കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഭാവി പ്രൊജക്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ വാട്ടർ സിസ്റ്റത്തിനെ തിരിച്ച് നാവിഗബിൾ ആക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ വളരെയധികം എല്ലാ രീതിയിലും ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള സാമ്പത്തിക മേഖലകളിൽ ഒന്നാണ് ടൂറിസം. ടൂറിസത്തിൽ ഇനിയും വളരാൻ പറ്റും. ഏകദേശം ഇപ്പോൾ 10% ആണ് ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡർ. അത് ഒരു 30% വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉയർന്നു പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻകം ബേസ്ഡ് ആയിട്ടൊരു വ്യവസായമായിട്ട് ടൂറിസത്തിനെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അതെല്ലാം ഈ പറയുന്ന വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മാത്രവുമല്ല ഈ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ്, പിന്നെ ഈ പറയുന്ന പലപ്പോഴും വാട്ടർ നെറ്റ്വർക്കിങ്ങിൽ കൂടെ നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റും. അങ്ങനെ ധാരാളം സ്കോപ്പുള്ള മേഖലയാണ് ഈ പറയുന്ന ഈ അക്വ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലുള്ള സമാനമായിട്ടുള്ള സിസ്റ്റങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ വാട്ടർ മെട്രോ എങ്ങനെയാണ് അതിനെ? വാട്ടർ മെട്രോ വളരെ സക്സസ്ഫുൾ ആണ്, പക്ഷേ ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ഓൺലി ഇൻ വൺ പ്ലേസ്. അത് what we have to think about is we have to connect it to the entire state. Kerala state is one among the states which is having immense potential in water connectivity, and we should be able to explore it.